ഡേ സ്റ്റുഡൻസ്, നമ്മുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന സ്റ്റോറിയുടെ തേർഡ് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ നമുക്കൊരു വർക്ക് തന്നിരുന്നു, റോൾ ഓഫ് പാരൻസ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുവാൻ. എത്ര പേർ ചെയ്തു? ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്ന മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ സമ്മറി നോക്കാം. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇറ്റ് ഇസ് ദ സ്റ്റോറി ഓഫ് എ യങ് seagull who was afraid to fly. He feared his wings would not support him. But his siblings and parents flew away and he was left alone on his ledge. His parents used many strategies to make him fly, but he could not collect courage. So that day, he did not get food. On his ledge, there were only a dried piece of mackerel tail and eggshells. At the top of his hunger, he even gnawed at that eggshells. So, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പേജ് നമ്പർ 11, തേർഡ് പാരഗ്രാഫ്. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. But on each side of him, the ledge ended in a sheer fall of precipice, with the sea beneath, and between him and his parents there was a deep, wide crack. This paragraph tells us, how did the young seagull try to find a way to reach his parents without having to fly? Meaning നോക്കാം. He then trotted back and forth. He then trotted. The word trot means to walk with long steps or run with short steps. വേഗത്തിൽ നടക്കുക അല്ലെങ്കിൽ ചെറിയ ചുവട് വെച്ച് ഓടുന്നതിനെയാണ് ട്രോട്ട് എന്ന് പറയുക. He then trotted. Our young seagull then trotted back and forth. നമ്മുടെ യങ് സീഗൾ പിന്നെ മുന്നോട്ടും പിന്നോട്ടും ഒന്ന് ഓടുവാൻ തുടങ്ങി, അല്ലെങ്കിൽ കുതിച്ച് ചാടി നടക്കുവാൻ തുടങ്ങി. ഫ്രം വൺ എൻഡ് ഓഫ് ദി ലെഡ്ജ് ടു ദി അതർ എൻഡ്. ലെഡ്ജിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റു എൻഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാൻ തുടങ്ങി അവ യങ് സീഗൾ. ഓദർ പറയുന്നു, ഹിസ് എ ലോങ് ഗ്രേ ലെഗ്സ് സ്റ്റെപ്പിംഗ് ഡെയിൻലി. ഹിസ് എ ലോങ് ഗ്രേ ലെഗ്സ്, അവൻ്റെ ലോങ് നീളമുള്ള ഗ്രേ ലെഗ്സ്, ചാരനിറമുള്ള കാലുകൾ, സ്റ്റെപ്പിംഗ് ഡെയിൻലി. ദ വേർഡ് ഡെയിൻലി മീൻസ് ബ്യൂട്ടിഫുള്ളി സ്റ്റെപ്പിംഗ്, മനോഹരമായി ചുവട് വെച്ചുകൊണ്ട് ലെഡ്ജിൻ്റെ ഒരു ഭാഗത്തുനിന്നും മറുഭാഗത്തവൻ നടന്നു, കുതിച്ചാടി നടന്നു. ഇവിടെ നമ്മുടെ റൈറ്റർ ലിയമ ഫ്ലർട്ടി വളരെ മനോഹരമായ പിക്ചറൈസേഷനാണ് തന്നിരിക്കുന്ന, മനോഹരമായ ഇമേജ് ആൻഡ് വിഷ്വൽ ഇമേജാണ് തന്നിരിക്കുന്നത്. ആ പക്ഷിയുടെ കാലിൻ്റെ നിറത്തെക്കുറിച്ചും നീളത്തെക്കുറിച്ചും നടത്തുന്നതിൻ്റെ ഭംഗിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ട്രൈങ് ടു ഫൈൻഡ് സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ് വിതൗട്ട് ഹാവിങ് ടു ഫ്ലൈ. ഇപ്പോൾ എന്തിനാണ് ഹി ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത്? ട്രൈങ് ടു ഫൈൻഡ്, കണ്ടെത്തുവാൻ വേണ്ടി. എന്ത് കണ്ടെത്തുവാൻ? സം മീൻസ് ഓഫ് റീച്ചിങ് ഹിസ് പാരൻസ്, സം വേസ് ഓഫ്, എന്തെങ്കിലും രീതികൾ, എന്തെങ്കിലും മാർഗങ്ങൾ, ടു റീച്ച് ഹിസ് പാരൻസ്, തൻ്റെ പാരൻസിനടുത്തെത്താൻ, വിതൗട്ട് ഹാവിങ് ടു ഫ്ലൈ, പറക്കാതെ. അങ്ങനെ പറക്കാതെ പാരൻസിനടുത്തെത്തുവാൻ വേണ്ടി എന്തെങ്കിലും വഴി കണ്ടെത്തുവാനാകുമോ എന്നറിയുന്നതിന് വേണ്ടി അവ യങ് സീഗൾ ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം വൺ എൻഡ് ഓഫ് ദി ലെഡ്ജ് ടു ദി അതർ എൻഡ്. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം, പക്ഷേ അവൻ്റെ ഓരോ സൈഡിലും, ആ ലെഡ്ജിൻ്റെ ഓരോ വശത്തും, ദ ലെഡ്ജ് എൻഡഡ്, ആ ലെഡ്ജ് അവസാനിച്ചത് എ ഷിയർ ഫാൾ ഓഫ് പ്രിസിപ്പീസ്. എ ഷിയർ, എ ടോട്ടൽ, എക്വൈറ്റ്, തികച്ചും ഒരു താഴ്ചയാണ്. ഓഫ് പ്രിസിപ്പീസ്, കുത്തനെയുള്ള ഒരു പാറക്കെട്ടിൻ്റെ താഴ്ചയോടുകൂടിയാണ് ഓരോ ഭാഗവും അവസാനിച്ചത്. വിത്ത് ദ സീ ബിനീത്ത്, ചുവട്ടിൽ കടലും. അങ്ങനെ ചുവട്ടിൽ കടലോടുകൂടി കുത്തനെയുള്ളൊരു പാറക്കെട്ടോടു കൂടിയാണ് ഇരുവശവും അവസാനിച്ചിരുന്നത്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ്, അവനും അവൻ്റെ പാരൻസിനും ഇടയ്ക്ക് ദർ വാസ് എ ഡീപ്പ് വൈറ്റ് ക്രാക്ക്. ദർ വാസ് എ ഡീപ്പ്, വളരെ ആഴമുള്ള വൈറ്റ്, വിശാലമായൊരു ക്രാക്കമുണ്ടായിരുന്നു, ഒരു വിടവുമുണ്ടായിരുന്നു. സോ ദർ വാസ് നോ വേ ടു റീച്ച് ഹിസ് പാരൻസ് ബിക്കോസ് ഈ സൈഡ് ഓഫ് ദി ലെഡ്ജ് വാസ് ഷിയർ ഫാൾ ഓഫ് പ്രിസിപ്പീസ്. ലെഡ്ജിൻ്റെ ഇരുവശവും ഷിയർ ഫാൾ ഓഫ് പ്രിസിപ്പീസ് എന്ന കുത്തനെയുള്ള പാറക്കെട്ടായിരുന്നു. ആൻഡ് ദർ വാസ് എ വൈഡ് ക്രാക്ക് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ്. പാരൻസിനും അവനും ഇടയ്ക്ക് വളരെ വിശാലമായൊരു ഡീപ്പ് വൈഡ് ക്രാക്കും ഉണ്ടായിരുന്നു. സോ അവർ യങ് സീഗൾ കുഡ് നോട്ട് ഫൈൻഡ് എ വേ ടു റീച്ച് ഹിസ് പാരൻസ്. തൻ്റെ പാരൻസിനടുത്തെത്തുവാൻ യാതൊരു മാർഗവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. നമ്മുടെ സൈഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡിഡ് ദ ബേർഡ് ട്രൈ ടു റീച്ച് ഹിസ് പാരൻസ് വിതൗട്ട് ഹാവിങ് ടു ഫ്ലൈ? എങ്ങനെയാണ് നമ്മുടെ പക്ഷി ശ്രമിച്ചത്? ഹി ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം വൺ എൻഡ് ഓഫ് ദി ലെഡ്ജ് ടു ദി അതർ എൻഡ് to find a way to reach his parents without having to fly. Answer you got? Yes. Then to the next paragraph.
Surely, surely he could reach them without flying if he could only move northwards along the cliff face. But then, on what could he walk? There was no legs, and he was not a fly. And above him he could see nothing. The precipice was sheer, and the top of it was perhaps farther away than the sea beneath him. ഇവിടെ നമ്മുടെ ബേർഡിൻ്റെ ഒരു ഹെൽപ്ലെസ്നെസ്, നിസ്സഹായതയെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ പറയുന്നു, ഷുവർലി ഹീ കുഡ് റീച്ച് ദം. ശരിക്കും സത്യത്തിൽ ഹീ കുഡ് റീച്ച് ദം, അവർക്ക് അവരുടെ അടുത്തേക്ക്, തൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് ഹീ കുഡ് റീച്ച്, അവനെത്തിച്ചേരാൻ കഴിയുമായിരുന്നു വിതൗട്ട് ഫ്ലൈങ്, പറക്കാതെ. എങ്ങനെയെങ്കിൽ ഇഫ് ഹീ കുഡ് ഓൺലി മൂവ് നോർത്ത് വേർഡ്സ് അലോങ് ദി ക്ലിഫ് ഫേസ്. ഇഫ് ഹീ കുഡ് ഓൺലി മൂവ്, അവന് മൂവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ചലിക്കുവാൻ, സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നോർത്ത് വേർഡ്സ്, വടക്കോട്ടേക്ക്, എലോങ് ദി ക്ലിഫ് ഫേസ്, ക്ലിഫിൻ്റെ ഫേസിലൂടെ, ആ പാറക്കെട്ടിൻ്റെ മുൻഭാഗത്തുകൂടി, ആ പാറക്കെട്ടിൻ്റെ മുൻഭാഗത്തെ മുഖഭാഗത്തു കൂടി നോർത്ത് വേർഡ്സിലേക്ക്, വടക്കോട്ടേക്ക് അവന് സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവന് പാരൻസിനടുത്തേക്ക് പറക്കാതെ എത്താൻ പറ്റുമായിരുന്നു. എന്നൊക്കെ പിക്ചറിൽ കാണുന്നത് പോലെ അവൻ്റെ തൊട്ട് മുകളിൽ, തൊട്ട് പിൻഭാഗമാണ് ഏത് നോർത്ത് സൈഡ് എന്ന് പറയുന്നത്. അവിടെ ക്ലിഫിൻ്റെ ഫേസ്, അതിലേക്കൂടി മുകളിലേക്ക് അവൻ കയറിപ്പോയാൽ ഏറ്റവും ടിപ്പിലേക്ക് എത്തിയിട്ട് അവന് വേണമെങ്കിൽ പറക്കാൻ ചാടി താഴേക്ക് എത്താം, പാരൻസിനടുത്തേക്ക് എത്താൻ പറ്റും. ബട്ട് ദെൻ, എന്നാൽ പിന്നെ ഓൺ വാട്ട് കുഡ് ഹി വാക്ക്? എന്നാൽ ഈ പാറയുടെ മുകളിലേക്ക് കയറണമെങ്കിൽ ഓൺ വാട്ട്, എന്തിൻ്റെ മുകളിലാണ് ഹീ കുഡ് വാക്ക്, അവൻ നടക്കാൻ കഴിയുക? ഓൺ വാട്ട് കുഡ് ഹി വാക്ക്, എന്തിന് മുകളിലാണ് നടക്കാൻ പറ്റുക? ദെർ വാസ് നോ ലെഡ്ജ്, അവിടെ തട്ടുകളൊന്നുമില്ല. യെസ്, ലെഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ, സ്റ്റെപ്പുകളോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അതിന് മുകളിലേക്ക് നടന്നു പോകാമായിരുന്നു. ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ. സ്റ്റെപ്പില്ലാതെ പോകുവാൻ, പാറയുടെ മുകളിലൂടെ, പാറയുടെ ഫേസിലൂടെ അല്ലാതെ സഞ്ചരിക്കുവാൻ ഹി വാസ് നോട്ട് എ ഫ്ലൈ. അവൻ്റെ ഫ്ലൈ അല്ലല്ലോ, ഈച്ചയൊന്നുമല്ലല്ലോ. ആൻഡ് അബോവ് ഹിം, നമ്മുടെ യങ് സീഗളിൻ്റെ മുകളിൽ ഹീ കുഡ് സീ നത്തിങ്. അവന് ഒന്നുമേ കാണാൻ കഴിഞ്ഞില്ല. ആ ലെഡ്ജിലിരുന്നിട്ട് മുകളിലേക്ക് നോക്കിയാൽ അവന് ഒന്നുമേ കാണാൻ കഴിയുമായിരുന്നില്ല. കാരണം ദ പ്രിസിപ്പീസ് വാസ് ഷിയർ. ആ പ്രിസിപ്പീസ്, ആ പാറക്കെട്ട് വാസ് ഷിയർ, കുത്തനെയുള്ളതായിരുന്നു. ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ്, ആ പാറക്കെട്ടിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് പെർഹാപ്സ്, ഒരു പക്ഷേ ഫാദർ എവേ ദാൻ ദ സീ ബിനീത്ത് ഹിം. ഒരു പക്ഷേ ഫാദർ എവേ, ഫാദർ എന്ന വാക്കിന് ഏറെ ദൂരെ എന്നാണ്, മോർ ഫോർ എന്നാണ്. മോർ ഫോർ എന്നുള്ള അതിന് പകരം വരുന്ന വാക്കാണ് ഫാദർ. ഫാദർ എവേ, കൂടുതൽ അകലെയായിരുന്നു. ദാൻ ദ സീ ബിനീത്ത് ഹിം, അവന് ചുവട്ടുള്ള കടലിൽ പോകുന്നതിനേക്കാളും ദൂരമുണ്ടായിരുന്നു മുകളിൽ, പാറയുടെ മുകൾ ഭാഗത്തേക്ക് പോകുവാൻ. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട്, ആ ലെഡ്ജിലിരുന്നു കൊണ്ട്, വെൻ ഹി ലുക്ക് അബോവ്, അവൻ മുകളിലേക്ക് നോക്കുമ്പോൾ ഹി ക്യാൻ സീ ഓൺലി ദ പ്രിസിപ്പീസ്, നത്തിങ് മോർ. പാറക്കെട്ടല്ലാതെ അവന് മറ്റൊന്നും കാണുവാൻ കഴിയുമായിരുന്നില്ല. ഇവിടെ സൈഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ കുഡ് ദ സീഗൾ നോട്ട് സക്സീഡ് ഹിസ് അറ്റംപ്റ്റ്? എന്തുകൊണ്ടാണ് തൻ്റെ അറ്റംപ്റ്റിൽ, തൻ്റെ ഉദ്യമത്തിൽ, പരിശ്രമത്തിൽ യങ് സീഗൾ കുഡ് നോട്ട് സക്സീഡ്, യങ് സീഗൾ വിജയിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? ആൻസർ എന്താണ്? ഈച്ച് സൈഡ് ഓഫ് ഹിസ് ക്ലിഫ് എൻഡഡ് ഇൻ എ ഷിയർ fall of precipice. He could not move on the cliff face because there was no ledge on it. So the seagull could not succeed. Understand? Okay. Now to the next paragraph. He stepped slowly out to the brink of the ledge, and standing on one leg with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. Still they took no notice of him. He saw his two brothers and his sister lying on the plateau, dozing with their heads sunk into their necks. His father was preening the feathers on his white back. Only his mother was looking at him. Look, our young seagull is doing the another trick. He stepped slowly out. അവൻ സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട്, സാവധാന സ്റ്റെപ്പ് വെച്ചു, ചുവട് വെച്ചു, എവിടേക്ക്? ടു ദ ബ്രിങ്ക് ഓഫ് ദി ലെഡ്ജ്, ലെഡ്ജിൻ്റെ ബ്രിങ്കിലേക്ക്. അവൻ നിൽക്കുന്ന തിട്ടയുടെ ബ്രിങ്കിലേക്ക്, ബ്രിങ്ക് മീൻസ് ദി മാർജിൻ, അരികിലേക്ക് അവൻ ചുവട് വെച്ചു. ആൻഡ് സ്റ്റാൻഡിങ് വൺ ലെഗ്, അവിടെ ചെന്നിട്ട് സ്റ്റാൻഡിങ് വൺ ലെഗ്, ഒറ്റക്കാലിൽ നിന്നിട്ട്. ആൻഡ് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്, ഒറ്റക്കാലിൽ നിന്നിട്ട് മറ്റേ കാൽ, ആ സെക്കൻഡ് ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്സ്, തൻ്റെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചിട്ട്. ഹി ക്ലോസ്ഡ് വൺ ഐ, അവൻ ഒറ്റക്കണ്ണടച്ചു. ആൻഡ് ദെൻ ദി അതർ, എന്നിട്ട് രണ്ടാമത് കണ്ണുമടച്ചു.
and pretended to be falling asleep. And he pretended to be, pretended means acted as, നടിക്കുക. എന്താ നടിച്ചത്? ടു ബി ഫോളിങ് എസ്ലീപ്, ഉറങ്ങി വീഴാൻ പോവുകയാണ് എന്ന് നടിച്ചു. ദാറ്റ് വാസ് ഹിസ് ട്രിക്ക്. അവൻ തിട്ടയുടെ വക്കിലേക്ക് ചെന്നിട്ട് ആ അപകടകരമായ അവസ്ഥയിൽ നിന്നിട്ട് ഒരു കാൽ ഉയർത്തി ഒറ്റക്കാൽ നിന്നിട്ട് രണ്ട് കണ്ണുകൾ ഒന്നൊന്നായി അടച്ച് ഉറങ്ങി വീഴാൻ പോവുകയാണെന്ന് നടിച്ചു. ഹി ആക്റ്റഡ് ആസ് ഹി വാസ് ഫോളിങ് എസ്ലീപ്. അവൻ അറിയാമായിരുന്നു ഇഫ് ഹി പാരൻസ് സീ ഇറ്റ് ദേ വിൽ ഫ്ലൈ ടു ഹിം. അവർ അവൻ്റെ അടുത്തേക്ക് പറന്നു വരുമെന്ന് അറിയാമായിരുന്നു. സ്റ്റിൽ ബട്ട് പക്ഷേ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. പക്ഷേ ദേ ടുക്ക് നോ നോട്ടീസ്, അവർ നോട്ടീസ് ചെയ്തതേയില്ല ഹിം, അവനെ ശ്രദ്ധിച്ചതേയില്ല. ഹി സോ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ലൈങ് ഓൺ ദി പ്ലാറ്റോ ഡോസിങ്. അവൻ കണ്ടു തൻ്റെ ബ്രദേഴ്സും ആൻഡ് സിസ്റ്ററും ലൈങ് ഓൺ ദി പ്ലാറ്റോ, ആ പരന്ന പാറയിൽ കിടക്കുകയാണ്. ഡോസിങ്, മയങ്ങി കിടക്കുന്നു. ഡോസ് മീൻസ് സ്ലീപ്പ് ലൈറ്റ്ലി എന്നാണ്. പതുക്കെ എന്നാണ്, വളരെ ശക്തമല്ലാത്തുള്ള ഉറക്കത്തിനെയാണ് ഡോസിങ് എന്ന് പറയുക, മയങ്ങുക എന്നാണ് ഡോസിങ് അല്ലേ. വിത്ത് ദർ ഹെഡ്സ്, അവരുടെ തലകൾ, സങ്ക് ഇൻ ടു ദർ നെക്സ്, അവരുടെ കഴുത്തിലേക്ക് ചരിച്ച് വച്ചുകൊണ്ട്, അവരുടെ കഴുത്തിനകത്തേക്ക് തല ചരിച്ച് വച്ചുകൊണ്ട് അവർ ചെറിയൊരു ഉറക്കത്തിലാണ്, ചെറിയൊരു മയക്കത്തിലായിരുന്നു അവൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും. What about his father? His father was preening the feathers on his white back. അവൻ്റെ ഫാദർ എന്താ ചെയ്യുന്നത്? ഹിസ് ഫാദർ വാസ് preening. The word preen means straighten and clean feathers with beak എന്നാണ്. പക്ഷികൾ അവരുടെ ബീക്ക് കൊണ്ട്, ചുണ്ടുകൾ കൊണ്ട് അവരുടെ ഫെതേഴ്സിനെ, തൂവലുകളെ സ്ട്രെയിറ്റ് നിവർത്തുകയും വൃത്തിയാക്കുകയും ചെയ്യുന്ന പരിപാടിയുടെ പേരാണ് preening എന്ന് പറയുക. അവൻ്റെ ഹിസ് ഫാദർ വാസ് preening the feathers on his white back. അദ്ദേഹത്തിൻ്റെ ആ ആൺപക്ഷിയുടെ മുതുകിലെ ആ വെളുത്ത തൂവലുകളെ അയാൾ വൃത്തിയാക്കിയായിരുന്നു. വൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അമ്മ മാത്രമായിരുന്നു അവനെ നോയിക്കൊണ്ടിരുന്നത്. അതായത് അവൻ ആ സിറ്റുവേഷൻ, അപകടകരമായ സിറ്റുവേഷൻ നിന്ന് ഉറങ്ങുന്നതായിട്ട് നടിച്ചിട്ടും നോ വൺ നോട്ടീസ്ഡ് ഹിം, നോ വൺ ഗിവ് അറ്റൻഷൻ ടു ഹിം. ആരും അവനെ ശ്രദ്ധിച്ചില്ല. വൺലി ഹിസ് മദർ ലുക്കിംഗ് അറ്റ് ഹിം. അമ്മ മാത്രമായിരുന്നു അവനെ നോക്കിക്കൊണ്ട് നിന്നത്. നൗ ടു ദി നെക്സ്റ്റ് പാരഗ്രാഫ്. ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദി പ്ലേറ്റോ. Her white breast thrust forward. Now and again she tore at a piece of fish that lay at her feet, and then scraped each side of her beak on the rock. The sight of the food maddened him. How he loved to tear food that way, scraping his beak now and again to wet it. He uttered a low cackle. His mother cackled too and looked at him. Now to the meaning and explanation. He was standing on a little high hump on the plateau. He means the mother. ഹിസ് മദർ വാസ് സ്റ്റാൻഡിങ്. അവൻ്റെ അമ്മ അപ്പോൾ നിന്നത് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലേറ്റോ. ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലേറ്റോ. പ്ലേറ്റോവിലെ ലിറ്റിൽ ഹൈ, അല്പം ഉയരമുള്ള ഒരു ഹമ്പിന് മുകളിലാണ് നിന്ന്. ഹമ്പ് മീൻസ് ലംബ്, ബമ്പ് എന്നൊക്കെ പറയും. അതായത് പാറയിലെ, പരന്ന പാറയിലെ അല്പം ഉയരമുള്ള ഭാഗം നിൽക്കുകയായിരുന്നു ഹിസ് മദർ. ആൻഡ് ഹർ വൈറ്റ് ബ്രസ്റ്റ്, വെളുത്ത നെഞ്ച് മീൻസ് വെളുത്ത തുവരോട് കൂടിയ നെഞ്ച്. ത്രസ്റ്റ് ഫോർവേഡ്, ത്രസ്റ്റ് എന്ന വേണ്ട മീനിങ് പുഷ് ഔട്ട് വിത്ത് ഫോഴ്സ് എന്നാണ്. അല്പം ശക്തിയോടെ മുന്നോട്ട് തള്ളിപ്പിടിച്ചിരുന്നു. ഫോർവേഡ് മീൻസ് മുന്നോട്ട്. ഓക്കെ, ഓർമ്മിക്കുക. ത്രസ്റ്റ് എന്ന വേർബിൻ്റെ 3 ഫോംസും, പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിളും ത്രസ്റ്റ് തന്നെയാണ്. ത്രസ്റ്റ്, ത്രസ്റ്റ്, ത്രസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ ലിറ്റിൽ ഹൈ ഹം ഓൺ ദി പ്ലേറ്റോ. ഹർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. നെഞ്ച് മുന്നോട്ട് പിടിച്ചുകൊണ്ട് ഒരു പരന്ന പാറയുടെ മുകളിലെ അല്പം ഉയരമുള്ള ഭാഗം നിൽക്കുകയായിരുന്നു അവൻ്റെ അമ്മ. എന്ന് മാത്രമല്ല, നവാൻറ്റഗെയിൻ, നവാൻറ്റഗെയിൻ മീൻസ് ഇടയ്ക്കിടെ. ഷീ ടോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ് that lay at her feet. ഇടയ്ക്കിടെ അങ്ങനെ നിൽക്കുകയും ഇടയ്ക്കിടെ ഷീ ടോർ. ടോർ മീൻസ്, ടോർ ഇസ് ദ സെക്കൻഡ് ഫോം ഓഫ് ടിയർ. ടിയർ എന്ന് വെച്ചാൽ വലിച്ചു കീറുക എന്ന് പറയാം. പുൾ അപ്പാർട്ട് പീസസ് വിത്ത് ഫോഴ്സ് അല്ലേ. വലിച്ചു കീറുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊത്തി കീറുന്നുണ്ടായിരുന്നു. എന്തിനെ? ഷീ ടോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ്. അവൾ വലിച്ചു കീറിക്കൊണ്ടിരുന്ന അറ്റ് എ പീസ് ഓഫ് ഫിഷ്, ഒരു മീൻ കഷ്ണത്തെയായിരുന്നു. ദാറ്റ് ലേ, കിടന്നിരുന്ന. എവിടെ കിടന്നിരുന്ന? അറ്റ് ഹർ ഫീറ്റ്. ഷീ ടോർ അറ്റ് എ പീസ് എ ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹർ ഫീറ്റ്. അപ്പോൾ അവനെ നോക്കി നിൽക്കുക, ഇടയ്ക്കിടെ തൻ്റെ കാലിൻ്റെ ചുവട്ട് കിടക്കുകയായിരുന്ന ഒരു മീൻ കഷ്ണത്തെ അവൾ കടിച്ച് കീറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ സ്ക്രാപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹർ ബീക്ക് ഓൺ ദ റോക്ക്. അപ്പോൾ അവൾ ഫുഡ് കഴിച്ചു എന്ന് മാത്രമല്ല, ചോറ് ചെയ്തെന്ന് മാത്രമല്ല, ദെൻ സ്ക്രാപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹർ ബീക്ക്. അവൾ അവളുടെ ബീക്കിൻ്റെ ഈച്ച് സൈഡ് ഓഫ് ഹർ ബീക്ക്, അവളുടെ ബീക്കിൻ്റെ ചുണ്ട് ഇരുവശവും ഓൺ ദി റോക്ക്, പാറമേൽ സ്ക്രേപ്ഡ്. സ്ക്രേപ്പ് എന്ന വേർഡ്, വാട്ട് ഇസ് മീനിങ്? നേരത്തെ സ്ക്രാപ്പ് എന്നൊരു വേർഡ് പഠിച്ചിട്ടുണ്ടല്ലോ. സ്ക്രാപ്പ്, SCRAP. സ്ക്രാപ്പിൻ്റെ അർത്ഥം പീസ്, ഫ്രാഗ്മെൻറ്റ് എന്നൊക്കെയാണ്. കഷ്ണം എന്നാണ്. സ്ക്രാപ്പ് ഓഫ് ഫുഡ്, ഭക്ഷണത്തിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഭക്ഷണ ശകലം എന്ന് പഠിച്ചു. പക്ഷേ ഇവിടുത്തെ വേർഡ് സ്ക്രേപ്പാണ്. SCRAPE, സ്ക്രേപ്പ് എന്നാണ്. സ്ക്രേപ്പിൻ്റെ മീൻസ് റബ്ബ്, ഫയൽ, ഗ്രേറ്റ് എന്നാണ്, ഉരയ്ക്കുക എന്നാണ്.
അങ്ങനെ അവൾ ഇടയ്ക്കിടെ തൻ്റെ ചുണ്ടുകൾ പാറയിൽ ഉരയ്ക്കുകയും ചെയ്തു. ദെൻ സ്ക്രേപ്ഡ് ഈച്ച് സൈഡ് ഹെർ ബീക്ക്. അവളുടെ ചുണ്ടിൻ്റെ ഓരോ വശവും ഉരയ്ക്കുമായിരുന്നു ഓൺ ദി റോക്ക്. നിങ്ങൾ കണ്ടു കാണും, പക്ഷികൾ ഇങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ ഇടയ്ക്കിടെ അവരുടെ ചുണ്ടുകൾ ചരിച്ച് പാറയിലോ അല്ലെങ്കിൽ ഇരിക്കുന്ന ചില്ലയിലോ ഉരയ്ക്കുന്ന കണ്ടു കാണും. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടെ തന്നെ ചുണ്ടുകൾ ചരിച്ച് ഉരച്ചും കൊണ്ടാണ് അവൾ ആ ഭക്ഷണം വലിച്ചു കയറിയത്. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ദ യങ് സീഗൾ. ആ ഭക്ഷണത്തിൻ്റെ കാഴ്ച അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. നിനക്കറിയാം, അവ യങ് സീഗൾ ഹി വാസ് ഇൻ ഹങ്ങർ. അവൻ വളരെ വലിയ വിശപ്പിലാണ്. അതുകൊണ്ട് അവൻ ആ ഭക്ഷണം കാണുമ്പോൾ മാഡനാകെ ഭ്രാന്ത് പിടിക്കും. അതുമാത്രമല്ല, മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു അവന് ഭ്രാന്ത് പിടിക്കാൻ കാരണം. ഹൗ ഹി ലവ്ഡ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ. ഹൗ ഹി ലവ്ഡ്, അവൻ എന്ത് ഇഷ്ടമായിരുന്നു അറിയൂ, ടു ടിയർ ഫുഡ് ദാറ്റ് വേ, ഭക്ഷണത്തെ അങ്ങനെ വലിച്ചു കീറുവാൻ. ദാറ്റ് മീൻസ് ദ സെയിം വേ ഹിസ് മദർ ഡിഡ്. അവൻ്റെ അമ്മ ചെയ്തതുപോലെ ഭക്ഷണം വലിച്ചു കയറി കഴിക്കുവാൻ. സ്ക്രേപ്പിംഗ് ഹിസ് ബീക്ക്, അവൻ്റെ ചുണ്ട് ഉരച്ചുകൊണ്ട്. നവാൻറ്റ് ഗെയിൻ, ഇടയ്ക്കിടെ ടു വെറ്റ് ഇറ്റ്. ഇടയ്ക്കിടെ ടു വെറ്റ് ഇറ്റ്, വെറ്റിനെച്ചാൽ ഷാർപ്പൻ എന്നാണ്, മൂർച്ച കൂട്ടുക. അപ്പോൾ ഇടയ്ക്കിടെ ചുണ്ടുകളെ മൂർച്ച കൂട്ടുവാൻ വേണ്ടി ഇരുവശങ്ങൾ ഉരച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ അവൻ എന്തിഷ്ടമാണെന്നറിയൂ. സോ ഹി അറ്റേഡ് എ ലോ കാക്കിൾ. അതുകൊണ്ട് അവൻ അറ്റേഡ് മീൻസ് മേഡ് ദ സൗണ്ട്, പ്രൊഡ്യൂസ് ദ സൗണ്ട്. ഹി അറ്റേഡ് എ ലോ കാക്കിൾ. അവൻ ലോ കാക്കിൾ പുറപ്പെടുവിച്ചു. കാക്കിൾ എന്ന് പറഞ്ഞാൽ ദ സിലി ലാഫ് ലൈക്ക് സൗണ്ട് ഓഫ് ദ ബേർഡ് ആണ്. പക്ഷികൾ ഉണ്ടാക്കുന്ന ഈ ചിരിക്കുന്ന പോലത്തെ നമ്മൾ കൊക്കി കൊക്കി ശബ്ദമുണ്ടാക്കുക എന്ന് പറയില്ലേ, ആ ശബ്ദത്തിനാണ് കാക്കിൾ എന്ന് പറയുന്നത്. ഹിസ് മദർ കാക്കിൾഡ് ടു. അവൻ്റെ അമ്മയും കാക്കിൾ ചെയ്തു. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അവനെ നോക്കുകയുണ്ടായി. നൗ ടു ദി നെക്സ്റ്റ് പാരഗ്രാഫ്. ഗ ഗ ഗ ഹി ക്രൈഡ്, begging her to bring him over some food. Ga ga ga, he cried. He cried means the young seagull cried. Young seagull കരഞ്ഞു. Ga ga ga. Here the ga 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 sound shows the cackling of the bird. ആ പക്ഷിയുടെ കാക്ലിംഗ് സൗണ്ടിനെയാണ് നമ്മുടെ ഓദർ ഗ ഗ ഗ എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ യങ് സീഗൾ ക്രൈഡ് ഗ ഗ ഗ, begging his mother to bring him over some food. തൻ്റെ അമ്മയോട് കെഞ്ചിക്കൊണ്ട്, ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. ടു ബ്രിങ് ഹിം ഓവർ, ബ്രിങ് ഓവർ ഹിം, അവന് കൊണ്ടു കൊടുക്കാൻ. സം ഫുഡ്, അല്പം ഫുഡ് തനിക്ക് കൂടി കൊണ്ടുതരാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്, ബെഗ് ചെയ്തുകൊണ്ട്. ഹീ ക്രൈഡ് ഗ ഗ ഗ. ഗാൾ ഊൾ ആ, ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. വെൻ ഹിയർ ദിസ് സൗണ്ട്, മകൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഗാൾ ഊൾ ആ, ഷീ സ്ക്രീംഡ് ബാക്ക്. മദർ സ്ക്രീംഡ് ബാക്ക്. അമ്മ തിരികെ വിളിച്ചു. അമ്മ അവൻ്റെ വിളിക്ക് മറുവിളി കേട്ടത് ഗാൾ ഊ ആ എന്നാണ്. മോക്കിംഗ്ലി, ഓദര പറയുന്നു മോക്കിംഗ്ലി, കളിയാക്കിക്കൊണ്ട്, പരിഹസിച്ചും കൊണ്ട്. ആഹാരത്തിന് വേണ്ടി കെഞ്ചിയ അവൻ്റെ വിളിയെ തിരിച്ച് കളിയാക്കിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ട്. ഷീ ക്രൈഡ് ഗാൾ ഊ ആ. പക്ഷേ ഹീ കെപ്റ്റ് കോളിംഗ് പ്ലൈൻറ്റീവ്ലി. ബട്ട് ദി യങ് സീഗൾ കെപ്റ്റ് കോളിംഗ് പ്ലൈൻറ്റീവ്ലി. പക്ഷേ നമ്മുടെ യങ് സീഗൾ കെപ്റ്റ് കോളിംഗ്, ഇവിടെ ഹിയർ കെപ്റ്റ് മീൻസ് കെപ്റ്റ് ഓൺ, വെൻറ്റ് ഓൺ, തുടർന്നു. കോളിംഗ് പ്ലൈൻറ്റീവ്ലി. പക്ഷേ നമ്മുടെ യങ് സീഗൾ കോളിംഗ് പ്ലെയിൻറ്റീവ്ലി വേർഡ് മീൻസ് സാഡ്ലി. കോളിംഗ് പ്ലെയിൻറ്റീവ്ലി മീൻസ് കോളിംഗ് സാഡ്ലി. അവൻ്റെ ഉറക്കെയുള്ള ദുഃഖത്തോടെയുള്ള അവൻ്റെ കരച്ചിൽ അവൻ തുടർന്നു കൊണ്ടേയിരുന്നു. ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ, പിന്നെ 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട്, എ മിനിറ്റ് ഓർ സോ, 1 മിനിറ്റോ മറ്റോ കഴിഞ്ഞപ്പോൾ, ഹി അറ്റേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. അവർ യങ് സീഗൾ പ്രൊഡ്യൂസ്ഡ് എ ജോയ്ഫുൾ സ്ക്രീം. സന്തോഷം കൊണ്ടൊരു വിളിയാണ് പുറപ്പെടുവിച്ചത്. അപ്പോൾ അതുവരെ പ്ലെയിൻറ്റീവ്ലി കോൾഡ്, ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ടിരുന്ന അവൻ്റെ കരച്ചിൽ പെട്ടെന്ന് തന്നെ ചേഞ്ച്ഡ് ടു എ ജോയ്ഫുൾ സ്ക്രീമിങ്, വളരെ സന്തോഷം കൊണ്ടുള്ള ഒരു ഉറക്കെയുള്ള വിളിയായി മാറി. വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത് നോക്കൂ. ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ്. അവൻ്റെ അമ്മ ഹാഡ് പിക്ഡ്, എടുത്തു കഴിഞ്ഞിരുന്നു. എ പീസ് ഓഫ് ഫിഷ്, അല്ലേ, ഒരു കഷ്ണം ഫിഷിനെ അവൻ്റെ അമ്മ എടുത്തു കഴിഞ്ഞിരുന്നു. ആൻഡ് വാസ് ഫ്ലൈങ്. നൗ ഷീ വാസ് ഫ്ലൈങ്. ഇപ്പോൾ അവൾ പറക്കുകയായിരുന്നു. എക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്, അവൻ്റെ നേർക്ക് അതുമായി പറക്കുകയായിരുന്നു. He leaned out eagerly. Young seagull leaned out eagerly. Eagerly means anxiously, with high interest. വളരെ വലിയ ഉത്സാഹത്തോടു കൂടി യങ് സീഗൾ leaned out, മുന്നോട്ട് ചാഞ്ഞു. നിങ്ങൾ ഓർക്കണം, now he is standing at the brink of the ledge. But when he saw his mother flying towards him with that piece of fish, he might have forgotten he was standing at the brink. So he leaned out eagerly. അവൻ മുന്നോട്ട് ചാഞ്ഞു എന്ന് മാത്രമല്ല, tapping the rock with his feet. ആ പാറയിൽ തൻ്റെ കാൽപാദം കൊണ്ട് ടാപ്പ് ചെയ്തുകൊണ്ട്, തട്ടിക്കൊണ്ട്, ട്രൈയിങ് ടു ഗെറ്റ് നിയർ ടു ഹെർ. ആ പാറയിൽ ആവേശം കൊണ്ട് കാൽപാദം തട്ടിക്കൊണ്ട്, ഹി വാസ് ട്രൈയിങ്, അവൻ ശ്രമിക്കുകയായിരുന്നു, ടു ഗെറ്റ് നിയർ ടു ഹെർ. ഹിയർ ദ വേർഡ് ഗെറ്റ് മീൻസ് റീച്ച്. സോ ഹി വാസ് ട്രൈയിങ് ടു റീച്ച് നിയർ ടു ഹെർ, ടു റീച്ച് നിയർ ടു ഹിസ് മദർ. അമ്മയുടെ ഏറെ അടുത്തെത്തുന്നതിനായി
ശ്രമിച്ചുകൊണ്ട് അവൻ പാറയിൽ ആവേശത്തോടെ തട്ടിക്കൊണ്ടിരുന്നു എന്നർത്ഥം. ആസ് ഷീ ഫ്രീ അക്രോസ്, ആസ് ദി മദർ ഫ്രീ അക്രോസ്, അമ്മ കുറുകെ പറന്നു വന്നപ്പോൾ, അവൻ്റെ നേർക്ക് പറന്നു വന്നപ്പോൾ. ഇങ്ങനെ പറയാം, അമ്മ കുറുകെ പറന്നു വരവേ അവൻ ഏറെ ആവേശത്തോടു കൂടി പാറയെ തട്ടിക്കൊണ്ട് മുന്നോട്ട് ചാഞ്ഞു എന്നർത്ഥം. ബട്ട് വെൻ ഷീ ജസ്റ്റ് ഓപ്പോസിറ്റ് ഹിം, എന്നാൽ അവൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് എത്തിയപ്പോൾ, അതായത് എബ്രസ്റ്റ് ഓഫ് ദി ലെഡ്ജ്, എബ്രസ്റ്റ് ഓഫ് മീൻസ് ഇൻ ദ ലെവൽ ഓഫ്, അവൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ലെഡ്ജിൻ്റെ ലെവലിലെത്തിയപ്പോൾ ഷീ ഹാൾട്ടഡ്, ഷീ സ്റ്റോപ്ഡ്, ഹർ ലെഗ്സ് ഹാങ്ങിങ് ലിംബ്, ലിംബ് മീൻസ് വീക്ക്, ഹർ ലെഗ്സ് ഹാങ്ങിങ് വീക്ക്, അവളുടെ കാലുകൾ ദുർബലമായി തൂങ്ങിയാടി. ഹർ വിങ്സ് മോഷൻലെസ്, നോ മൂവ്മെൻറ്റ് ഇൻ ഹർ വിങ്സ്. So when she reached just opposite to him, she stopped still, not flapping, not moving her wings. The piece of fish in her beak, അവൻ്റെ ആകർഷക വസ്തു, ആ പീസ് ഓഫ് ഫിഷ് ഇൻ ഹർ ബീക്ക്, ആൾമോസ്റ്റ് വിത്തിൻ റീച്ച്, എത്താറായി കഴിഞ്ഞിരുന്നു, അവൻ്റെ ചുണ്ടുകളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു, നമുക്ക് എത്തിപ്പിടിക്കാവുന്ന അടുത്തെന്ന് പറയുക എന്നതിനാണ് എന്താ പറയുക, ആൾമോസ്റ്റ് വിത്തിൻ റീച്ച്, ഏറെക്കുറെ എത്താവുന്ന അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഓഫ് ഹിസ് ബീക്ക്, അവൻ്റെ ചുണ്ടുകൾക്ക് അടുത്തെത്താറായി കഴിഞ്ഞിരുന്നു. Then his mother stood still, not flapping her wings. Next paragraph. He waited a moment in surprise, wondering why she did not come nearer, and then maddened by hunger, he dived at the fish. He waited a moment in surprise. Our young seagull waited a moment in surprise. അതിശയത്താൽ ഒരു നിമിഷം അവൻ നിന്നുപോയി, നിശ്ചലമായി പോയി. And wondering means thinking about or doubting. Why she did not come nearer. Why his mother did not come nearer. എന്തുകൊണ്ടാണ് അമ്മ തൻ്റെ അടുത്തേക്ക് വരാത്തതെന്ന് wondering, doubting, thinking, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സംശയിച്ചുകൊണ്ട് he waited a moment in surprise. അതിശയത്തോടെ ഒരു നിമിഷം നിന്നു. And then maddened by hunger, he dived at the fish. പിന്നെ maddened by hunger, വിശപ്പ് കൊണ്ട് ഭ്രാന്ത് പിടിച്ചുകൊണ്ട് he dived at the fish, dived the piece of fish that was on the beak of his mother. With a loud scream, he fell outwards and downwards into space. With a loud scream, scream means a sharp cry. With a loud sharp cry, വളരെ ഉച്ചത്തിലുള്ള നീണ്ട ഒരു വിളിയോടുകൂടി he fell outwards and downwards. അവൻ ഔട്ട്വേർഡിലേക്കും ഡൗൺവേർഡിലേക്കും, പുറത്തേക്ക് താഴേക്ക്, he fell into space. റൈറ്റർ പറയുന്നു into space, ശൂന്യതയിലേക്ക്. ഒരുപക്ഷെ അന്ന് ആദ്യമായിട്ടായിരിക്കണം നമ്മുടെ യങ് സീഗളിൻ്റെ കാലുകൾ ശൂന്യതയിൽ സ്പർശിക്കുന്നു. അതുവരെ അവൻ്റെ കാൽച്ചുവട്ടിൽ ഭൂമി ഉണ്ടായിരുന്നു. ബട്ട് നൗ he fell outward and downward and now he is in space. His mother had swooped upwards. But before he fell, his mother had swooped. His mother had dived upwards. അവൻ്റെ അമ്മ മുകളിലേക്ക് ചാടിയിരുന്നു. ആൻഡ് ആസ് ഹി പാസ്ഡ് ബിനീത്ത് ഹർ, അവൻ അവളുടെ ചുവട്ടിലൂടെ, അവളുടെ അടിയിലൂടെ, ബിനീത്ത് മീൻസ് അണ്ടർ സൈഡ് അല്ലേ, അടിയിലൂടെ താഴേക്ക് വീഴുമ്പോൾ he heard the swish of her wings. The word swish means the sound produced when something is moving through the air. വായുവിലൂടെ എന്തെങ്കിലും കടന്നു പോകുമ്പോൾ കേൾക്കുന്ന ശബ്ദത്തെയാണ് നമ്മൾ സ്വിഷിങ് എന്ന് പറയുക. So when our young seagull dived, his mother had swooped upwards and now he could hear the swishing of her wings. അവളുടെ ചിറകിൻ്റെ ആ സ്വിഷിങ് ശബ്ദം അവന് കേൾക്കുവാൻ കഴിഞ്ഞു. Now look at the side question. What prompted the young seagull to fly finally? Prompt means persuade, motivate, encourage, പ്രേരിപ്പിക്കുക. What prompted, എന്താണ് യങ് സീഗളിനെ പ്രേരിപ്പിച്ചത് to fly finally, അവസാനം പറക്കുവാനായി പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? എന്തായിരുന്നു യങ് സീഗളിനെ പറക്കുവാൻ പ്രേരിപ്പിച്ചത്? Yes, his extreme hunger അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, it was extreme hunger that make the young seagull fly finally. കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, while he was in extreme hunger, his mother brought a piece of fish in front of him. The sight of the food prompted him to fly. Now to the next paragraph. Then a monster star seized him and his heart stood still. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ പാരഗ്രാഫ് നമ്മൾ കണ്ടതാണ്. When he dived for the fish, our young seagull lost his balance and he fell outward and downwards. അങ്ങനെ ഔട്ട്വേർഡും ഡൗൺവേർഡിലേക്കും വീണുകൊണ്ടിരിക്കുമ്പോൾ എ മോൺസ്റ്റർ ടെറർ, എ ഹ്യൂജ് ടെറർ, ഒരു വളരെ വലിയ ടെറർ മീൻസ് ഭീതി, സീസ്ഡ് ഹിം, അവനെ പിടികൂടുകയുണ്ടായി. SEIZE സീസ് മീൻസ് ക്യാച്ച് എന്നാണ്, പക്ഷേ CAC സീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ്. ഇവിടെ സീസ്ഡ് ഹിം മീൻസ് കോട്ട് ഹിം. ഹി വാസ് കോട്ട് വിത്ത് എ ഹ്യൂജ് ടെറർ, ഹ്യൂജ് ഫിയർ, വളരെ വലിയ ഭീതി
അവനെ പിടികിടുകയുണ്ടായി. ആൻഡ് ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ, അവൻ്റെ ഹൃദയം നിശ്ചലം നിന്നുപോയി. ഹീ കുഡ് ഹിയർ നത്തിങ്, അവൻ ഒന്നുമേ കേൾക്കാൻ കഴിയുന്നില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റഡ് എ മൊമെൻറ്റ്, ബട്ട് ദാറ്റ് ഫിയർ, ദാറ്റ് ഹ്യൂജ് ടെറർ ലാസ്റ്റഡ് ഓൺലി എ മൊമെൻറ്റ്. അല്പനിമിഷമേ നിലനിന്നുള്ളൂ, ഒരു നിമിഷം മാത്രമേ നിലനിന്നുള്ളൂ. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. ഒരു നിമിഷം ഹി ലോസ്റ്റ് ഓൾ ഹിസ് കൺട്രോൾ, ഓൾ ഹിസ് സെൻസ്, ബട്ട് നൗ ഹി റിട്രീവ്ഡ് ഹിസ് സെൻസ്, അവൻ്റെ സെൻസ് തിരിച്ചെടുത്തു. ആൻഡ് ഹി ഫെൽറ്റ്, അവൻ അനുഭവപ്പെട്ടു. ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്, തൻ്റെ ചിറകുകൾ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു, വിടർന്നിരിക്കുകയാണ് ഔട്ട്വേർഡ്സ്. ആൻഡ് ദ വിൻഡ് റഷ്ഡ്, റഷ് മീൻസ് കുതിച്ച് വരിക എന്നാണ്. ദ വിൻഡ് റഷ്ഡ്, കാറ്റ് കുതിച്ച് കയറുകയുണ്ടായി, ഇടിച്ച് കയറുകയുണ്ടായി. അഗൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ്, അവൻ്റെ നെഞ്ചിൻ്റെ തൂവലുകളിലേക്കും. ആൻഡ് ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക്, അവൻ്റെ വയറിനടിഭാഗത്തേക്കും. ആൻഡ് അഗൻസ്റ്റ് ഹിസ് വിങ്സ്, അവൻ്റെ ചിറകുകളിലേക്കുമൊക്കെ അടിയിൽ നിന്നും താഴെ നിന്നും കാറ്റ് റഷ്ഡ്, തുളച്ച് കയറി, ഇടിച്ച് കയറി. ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. അവ യങ് സീഗൾ ന്യൂ, അവൻ മനസ്സിലാക്കി ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ്, തൻ്റെ ചിറകിൻ്റെ അറ്റങ്ങൾ, തൻ്റെ ചിറകിൻ്റെ അഗ്രങ്ങൾ കട്ടിങ് ത്രൂ ദി എയർ, എയറിനെ കട്ട് ചെയ്തുകൊണ്ട്, വായുവിനെ കീറി മുറിച്ചുകൊണ്ട് പോകുകയാണെന്ന് തോന്നി. ആൻഡ് ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ് ലോങ് നൗ. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ് ലോങ്. ഹെഡ് ലോങ് മീൻസ് ഹെഡ് ഫോർമോസ്റ്റ്, തലകുത്തന്നെ. നൗ ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ് ലോങ്, ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ് ഫോർമോസ്റ്റ്. അവൻ തലകുത്തന്നെ വീഴുകയായിരുന്നില്ല. നൗ ആയിരുന്നില്ല. യെസ്, ഹി വാസ് സോറിങ് ഗ്രാജുവലി. പിന്നെയോ ഹി വാസ് ഗ്രാജുവലി സോറിങ്. വാട്ട് ഇസ് സോറിങ്? സോറിങ് മീൻസ് ഫ്ലൈയിങ് ലൈറ്റ്ലി, നോട്ട് ഫ്ലാപ്പിംഗ് ദ വിങ്സ്. ചിറകുകൾ അടിക്കാതെ വളരെ ലൈറ്റായിട്ട്, വളരെ ലഘുവായിട്ട് പറന്നിറങ്ങുന്നതിനെയാണ് സോറിങ് എന്ന് പറയുക. അങ്ങനെ അവ യങ് സീഗൾ നോട്ട് ഫോളിങ് ഹെഡ് ലോങ്, ബട്ട് ഹി വാസ് സോറിങ് ഗ്രാജുവലി. പതുക്കെ പതുക്കെ പറന്നിറങ്ങിയിരുന്നു. ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്, പുറത്തേക്ക് താഴേക്ക് അവൻ പറന്നിറങ്ങിയിരുന്നു. ഹി വാസ് നോ ലോങ്ങർ ഫ്ലൈറ്റ്. നോ ലോങ്ങർ മീൻസ് നോട്ട് നൗ ആസ് ഫോമർലി, നേരത്തേത്തതുപോലെ ഇല്ല എന്ന നിലയ്ക്ക് പറയാനാണ് നോ ലോങ്ങർ ഉപയോഗിക്കുന്നത്. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്, അവന് നേരത്തേത്തതുപോലെ ഇപ്പോൾ ഭയമില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. പിന്നെന്താണ് തോന്നിയത്? ഹി ജസ്റ്റ് ഫെൽറ്റ്, അവന് ഇത്രയേ തോന്നി. എ ബിറ്റ് ഡിസി, അല്പം ഡിസി തോന്നി, അല്പം തലകറക്കം തോന്നി. അല്ലേ, ഡിസി എന്ന് വെച്ചാൽ തലകറക്കം തോന്നുക എന്നാണ്. അല്ലേ, ഗിഡി ആയിരിക്കുക, അൺസ്റ്റഡി ആയിരിക്കുക, ഒരു ചെറിയ തലകറക്കം. ആദ്യത്തെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ, ആദ്യ പറക്കലിൻ്റെതായ ഒരു ഡിസിനസ് മാത്രമേ ഉണ്ടായുള്ളൂ. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ്, ഒരു പ്രാവശ്യം അവൻ്റെ ചിറക് ഫ്ലാപ്പ് ചെയ്തു. ആൻഡ് ഹി സോട്ട് അപ്വേർഡ്സ്, പിന്നെ അവൻ മുകളിലേക്ക് പറന്നുയർന്നു. വളരെ മനോഹരമായിട്ടാണ് ആ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് ദ ബേർഡ്സ് നമ്മുടെ ലിയാ മൊഫർട്ടി വരച്ച് കാട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഭയവും, അതിൻ്റെ ചിറകിൻ്റെ താഴേക്കുള്ള പോകും, ചിറകിൻ്റെ നിശ്ചലതയും, അവൻ്റെ വയറ്റിലേക്ക് അടിച്ച് കയറിയ കാറ്റും ഒക്കെ വളരെ മനോഹരമായി പറഞ്ഞു. വളരെ നല്ലൊരു വിഷ്വൽ ഇമേജാണ് നമ്മുടെ റൈറ്റർ ഇവിടെ പകർന്നു തന്നിരിക്കുന്നത്. നൗ ദ സൈഡ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദി യങ് ബേർഡ് ടെറിഫൈഡ്? എന്തുകൊണ്ടാണ് യങ് ബേർഡ് ടെറിഫൈഡ് ആയത്? ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ഓവർകം ഇറ്റ്സ് ഫിയർ? എങ്ങനെയാണ് അത് അതിൻ്റെ ഫിയറിനെ ഓവർകം ചെയ്ത് തരണം ചെയ്തത്? ആൻസർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ എഴുതാം. ഞാനൊരു ആൻസർ ഹെൽപ്പ് ചെയ്യാം. വെൻ ഡൈവ്ഡ് ഫോർ ദ ഫിഷ്, ദി യങ് സീഗൾ ലോസ് ഇറ്റ്സ് ബാലൻസ് ആൻഡ് ഫെൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു സ്പേസ്. സോ ഹി വാസ് ടെറിഫൈഡ്. But now he knew he was not falling headlong, but he was soaring gradually. Thus he overcame his fear. Now to the next paragraph. He uttered a joyous scream and flapped them again. Our young seagull produced a joyous scream, a scream with happiness, joyfulness. സന്തോഷത്തോടു കൂടി ഉറക്കെ ശബ്ദമുണ്ടാക്കിയിട്ട് flapped them again. Here them means them shows wings. He flapped his wings again. അവൻ ഒരു പ്രാവശ്യം ചിറകടിച്ച് മുകളിലേക്ക് ഉയർന്നതായിരുന്നു. സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? He flapped them again. വീണ്ടും ഒന്നുകൂടി ചിറകടിച്ചു. And he soared higher. കുറച്ചുകൂടി മുകളിലേക്ക് ഉയർന്നു. And he raised his breast and backed against the wind. When he soared higher, മുകളിലേക്ക് ഉയർന്ന കൂട്ടത്തിൽ he raised his breast, അവൻ തന്നെ നെഞ്ചുയർത്തിയിട്ട് ബാങ്ക്ഡ് അഗൻസ്റ്റ് ദ വിൻഡ്, കാറ്റിന് നേർക്ക് ചരിച്ച് പിടിച്ചിട്ട് ഗാ 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 he produced his screaming sound. Then we heard another sound. നോക്കൂ, ഗാൾ ഊൾ ആ, his mother swooped past him. ഗാൾ ഊ ആ ശബ്ദത്തോടു കൂടി his mother swooped past him. Here the word swooped means sped. സ്പീഡിൻ്റെ സെക്കൻഡ് ഫോമാണ്, വേഗത്തിൽ കടന്നു പോയി എന്നാണ്. നിങ്ങൾ നേരത്തെ സൂപ്പ് എന്ന വേർഡിന് മറ്റു മീനിങ് കണ്ടിരുന്നു, ഡൈവ് എന്ന മീനിങ്ങിൽ അല്ലേ.
നമ്മുടെ സൂപ്പിന് ഡൈവ് എന്നും ജമ്പെന്നും സ്പീഡെന്നും സൂമെന്നും അറ്റാക്ക് എന്നൊക്കെ ഡിഫറെൻറ്റ് മീനിങ് ഉണ്ട്. സന്ദർഭം അനുസരിച്ച് ഓരോ വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഹിസ് മദർ സൂപ്ഡ് പാസ്റ്റ് ഹിം മീൻസ് ഹിസ് മദർ സ്പ്രെഡ് പാസ്റ്റ് ഹിം. സ്പീഡിൻ്റെ സെക്കൻഡ് ഫോമാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. സത്യം സ്പീഡിന് സ്പീഡറ്റ് എന്നിങ്ങനെ സെക്കൻഡ് തേർഡ് ഫോം ഉണ്ട്. അതുപോലെ സ്പീഡിന് സ്പ്രെഡ് എന്നുണ്ട്. രണ്ടും ശരി തന്നെയാണ്. സാധാരണഗതിയിൽ ഒബ്ജക്റ്റ് ഇല്ലാത്തപ്പോഴൊക്കെ നമ്മൾ സ്പ്രെഡ് എന്നാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഹിസ് മദർ സ്പ്രെഡ് പാസ്റ്റ് ഹിം, വേഗത്തിൽ അവനെ കടന്നു പോയി. ഹർ വിങ്സ് മേക്കിംഗ് ലൗഡ് നോയ്സ്, കടന്നു പോകുമ്പോൾ ഹർ വിങ്സ്, ദി വിങ്സ് ഓഫ് ദി മദർ മേക്കിംഗ് എ ലൗഡ് നോയ്സ്, വളരെ ഉറക്കെ ഒരു ശബ്ദമുണ്ടാക്കി. ഹി ആൻസേർഡ് ഹർ വിത്ത് അനദർ സ്ക്രീം. When mother produced the gargle sound and swooped past him, our young seagull answered her back with another scream. മറ്റൊരു സ്ക്രീം കൊണ്ട് തിരികെ മറുപടി കൊടുത്തു. Then his father flew over him screaming. അപ്പോൾ he saw his father flew. അച്ഛൻ പറന്നു പോയത് over him screaming. അവൻ്റെ മുകളിലൂടെ പറന്നു പോയി. Then he saw his two brothers and sister flying around him, soaring and diving. അവൻ രണ്ട് ബ്രദേഴ്സും സിസ്റ്ററും flying around him, അവന് ചുറ്റും പറക്കുകയായിരുന്നു. സോറിങ് ആൻഡ് ഡൈവിങ്, ചിറകടിക്കാതെ പറന്നും മുങ്ങിത്താന്നുമൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. ദെൻ ഹി കംപ്ലീറ്റ്ലി ഫർഗോട്ട് ദാറ്റ്. അപ്പോഴേക്കും അവ യങ് സീഗൾ കംപ്ലീറ്റ്ലി ഫർഗോട്ട് ദാറ്റ്, പൂർണ്ണമായും മറന്നു കഴിഞ്ഞിരുന്നു. ഹി ഹാഡ് നോട്ട് ഓൾവേസ് ബീൻ ഏബിൾ ടു ഫ്ലൈ, താൻ എല്ലായ്പ്പോഴും പറക്കാൻ കഴിവുള്ളവനായിരുന്നില്ല. ഹി ഹാഡ് നോട്ട് ഓൾവേസ് ബീൻ ഏബിൾ ടു ഫ്ലൈ, പറക്കാൻ കഴിവുള്ളവനായിരുന്നില്ല എന്ന കാര്യം അവൻ മറന്നുപോയി. ആൻഡ് കമൻസ്ഡ് ടു ഡൈവ് ആൻഡ് സോർ. Along with his brothers and sister, he also started to dive and soar. അവനും മുങ്ങിത്താഴുവാനും സോർ, ചിറകടിക്കാതെ പറക്കുവാനും, ഫ്രീക്കിംഗ് ഷ്രില്ലി, ഉറക്കെ ശബ്ദമുണ്ടായിക്കൊണ്ട് പറക്കുവാനും തുടങ്ങി. ഫ്രീക്ക് എന്ന വാക്കിൻ്റെ മീനിങ് മേഡ് ലൗഡ് നോയ്സ് എന്നാണ്, വളരെ ഉറക്കെ ശബ്ദമുണ്ടാക്കുക എന്നാണ്. ഷ്രില്ലി എന്ന് വെച്ചാൽ കാതടപ്പിക്കുന്ന ശബ്ദമാണ്. അങ്ങനെ കാതടപ്പിക്കുന്ന തരത്തിൽ ഉറക്കെ ശബ്ദമുണ്ടായിക്കൊണ്ട് ഹി കമൻസ് ടു ഡൈവ് ആൻഡ് സോർ along with his sister and brothers. Here is also a side question. How did the family support the young seagull? His family members support him with their active presence. His mother swooped past him producing a loud noise. His father flew over him screaming, and his brothers and sister flew around him. Now to the next paragraph. He was near the sea now, flying straight over it, facing out over the ocean. He, our young seagull, was near the sea now. ഇപ്പോൾ കടലിനടുത്താണ്. ഫ്ലൈങ് സ്ട്രേറ്റ് ഓവർ ഇറ്റ്, അതിൻ്റെ തൊട്ടു മുകളിൽ നേരെ പറന്നുകൊണ്ട്, ഫ്ലൈങ് സ്ട്രേറ്റ് ഓവർ ഇറ്റ് ആൻഡ് ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷൻ, ഓഷനെ നോക്കിക്കൊണ്ട്, അങ്ങനെ ഓഷനെ നോക്കിക്കൊണ്ട് അതിൻ്റെ തൊട്ട് മുകളിലൂടെ നേരെ പറന്നുകൊണ്ട് അവൻ കടലിന് സമീപത്തായിരുന്നു. ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം. തൻ്റെ ചുവട്ടിൽ ബിനീത്ത് ഹിം ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ, വിശാലമായ പച്ച നിറമുള്ള കടൽ കണ്ടു. നിങ്ങൾക്കറിയാം, ഈ കടലിനെയായിരുന്നു അവൻ നേരത്തെ ഭയന്നിരുന്നത് അല്ലേ. നൗ ഹി സോ ഇറ്റ് വിത്ത് ലിറ്റിൽ റെഡ്ജസ്. റെഡ്ജസിന് ശരിക്കുള്ള മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരോ എലിവേഷൻസ് എന്നാണ്, ചെറിയ ചെറിയ ചരിവുകളെന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന വേവ്സ്, ലിറ്റിൽ റെഡ്ജസ്, ലിറ്റിൽ വേവ്സ് മൂവിങ് ഓവർ ഇറ്റ്. അങ്ങനെ ചെറിയ ഓളങ്ങൾ മുകളിലൂടെ കടന്നു പോകുന്ന ആ വാസ്റ്റ് ഗ്രീൻ സീ ഹി സോ ബിനീത്ത് ഹിം, അവൻ്റെ ചുവട്ടിൽ അവൻ കണ്ടു. ഇറ്റ് ടേൺഡ് ഹിസ് ബിഗ് സൈഡ് വേസ് വൈൽ ഫ്ലൈങ് ഓവർ ഇറ്റ്. കടലിന് മുകളിൽ പറക്കുമ്പോൾ ഹി ടേൺഡ് ഹിസ് ബിഗ് സൈഡ് വേസ് മീൻസ് ഹി ടേൺഡ് ഹിസ് ഹെഡ് സൈഡ് വേസ്, തല ഒന്ന് സൈഡിലേക്ക് ചരിച്ചിട്ട് ക്രൗഡ് എമ്യൂസ്ഡ്ലി ഒരു എൻ്റർടൈമിംഗ് ആയിട്ട്, വിത്ത് എമ്യൂസ് എന്ന വാക്കിനർത്ഥം രസത്തോടു കൂടി എന്നാണ്. വളരെ രസനീയമായി ഒന്ന് ക്രൗച്ച് ചെയ്തു, ഒന്ന് പതുക്കെ ഒന്ന് കരയുകയുണ്ടായി. ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, അവൻ്റെ അച്ഛനമ്മമാരും ബ്രദേഴ്സ് സിസ്റ്ററുമൊക്കെ ഹാഡ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, അവൻ്റെ മുന്നിൽ കാണുന്ന ആ പച്ച ഫ്ലോറിൽ, അവൻ്റെ മീൻസ് സീ, ആ കടലിൽ അവൻ്റെ അച്ഛനും അമ്മയും ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ദേ വെർ ബെക്കനിങ് ടു ഹിം, ദേ വെർ കോളിങ് ഹിം വിത്ത് സൈൻസ്. എന്നാൽ അടയാളങ്ങൾ കാണിച്ച് വിളിക്കുന്നതാണ് ബെക്കൻ എന്ന് പറയുക, ആംഗ്യം കാട്ടി വിളിക്കുന്നതാണ് ബെക്കനിങ്. ദേ വെർ ബെക്കനിങ് ടു ഹിം, കോളിങ് ഷ്രില്ലി. ഷ്രില്ലി മീൻസ് പ്രൊഡ്യൂസിങ് സൗണ്ട് ദാറ്റ് പെയിൻഫുൾ ടു ഇയേഴ്സ്. കാത് തുളച്ച് കയറിയ ശബ്ദത്തിന് നമ്മൾ ഷ്രിൽ വോയിസ് എന്ന് പറയുക. അങ്ങനെ ഷ്രിൽ വോയിസിൽ വിളിച്ചുകൊണ്ട് ബെക്കൻ ചെയ്യുന്നുണ്ടായിരുന്നു ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ. ആ ഗ്രീൻ സീ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ്, റിസീവിങ് ദ ഇൻവിറ്റേഷൻ, തൻ്റെ അച്ഛനമ്മമാരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ, ആ ഗ്രീൻ സീ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ്. His legs sank into it.
പക്ഷേ ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ഇറ്റ് മീൻസ് സീ. ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ദി ഗ്രീൻ സീ. ആ ഗ്രീൻ സീയിലേക്ക് അവൻ്റെ കാലുകൾ താഴ്ന്നു പോയി. ടു ഹിം ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. കാര്യം അവൻ്റെ അറിവനുസരിച്ച് ലെഗ്സ് ആർ ടു സ്റ്റാൻഡ് ഓൺ. നൗ വെൻ ഹി ട്രൈഡ് ടു സ്റ്റാൻഡ് ഓൺ he could not, but his legs sank into it. He screamed with fright and attempted to rise again, flapping his wings. He screamed, he cried loudly. അവൻ ഉറക്കെ വിളിച്ചു, with fright, ഭയം കൊണ്ട് അവൻ ഉറക്കെ വിളിച്ചു, and attempted means tried, ശ്രമിച്ചു, to rise again, വീണ്ടും ഉയർന്നു പോകുവാൻ ശ്രമിച്ചു. അപ്പോൾ അവൻ്റെ കാലുകൾ താഴേക്ക് പോയപ്പോൾ when his legs sank into the sea, he screamed with fright. അവൻ ഉറക്കെ കരഞ്ഞിട്ട് attempt to rise again, flapping his wings, തൻ്റെ ചിറകുകൾ അടിച്ചുകൊണ്ട് മുകളിലേക്ക് പറക്കാൻ ശ്രമിച്ചു. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക്. പക്ഷെ അവൻ ടയേർഡ്, ക്ഷീണിച്ചവനായിരുന്നു, ആൻഡ് വീക്ക്, നോട്ട് സ്ട്രോങ്, ശക്തിയുള്ളവനുമായിരുന്നില്ല. വിത്ത് ഹങ്ങർ, ഡ്യൂ ടു ഹങ്ങർ, വിശപ്പ് കാരണം ടയേർഡും വീക്കുമായിരുന്നു അവൻ. ആൻഡ് ഹി കുഡ് നോട്ട് റൈസ് ആൻഡ് എക്സാസ്റ്റഡ് ബൈ ദി സ്ട്രേഞ്ച് എക്സസൈസ്. അവൻ വിശപ്പ് കൊണ്ട് ക്ഷീണിതനായിരുന്നു മാത്രമല്ല, ആൻഡ് ഹി വാസ് ഓൾസോ എക്സോസ്റ്റഡ് എന്ന് വെച്ചാലും ടയേർഡ് എന്നാണ്, ക്ഷീണിച്ചവനെന്നാണ്. ബൈ ദി സ്ട്രേഞ്ച് എക്സസൈസ്, വളരെ സ്ട്രേഞ്ച് മീൻസ് അപരിചിതമായ, മുൻപ് പരിചയമില്ലാത്ത, അവന് മുൻ പരിചയമില്ലാത്ത എക്സസൈസ് കാരണം. ഹിയർ ഇറ്റ് മീൻസ് ദി ഫ്ലൈങ്. അവന് മുൻ പരിചയമില്ലാത്ത, അവൻ ആദ്യമേ ചേർന്ന് നോക്കിയ ആ പറക്കൽ കാരണം ഹി വാസ് ഓൾസോ ടയേർഡ്, സോ ഹി കുഡ് നോട്ട് റൈസ് അപ്പ്. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദി ഗ്രീൻ സീ ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ്ക് നോ ഫാദർ. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദി ഗ്രീൻ സീ, അവൻ്റെ കാൽപാദങ്ങൾ സാങ്ക് ഇൻ ടു ദി ഗ്രീൻ സീ, ആ ഗ്രീൻ സീയുടെ അകത്തേക്ക് താഴ്ന്നു പോയി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ്, അവൻ്റെ വയർ ടച്ച് ചെയ്തു. എവിടെ? ഇറ്റ് മീൻസ് ഓൺ ദി സീ, കടൽ സ്പർശിച്ചു. ആൻഡ് ഹി സാങ്ക് നോ ഫാദർ മീൻസ് ഹി സാങ്ക് നോ മോർ, പിന്നെ അവൻ കൂടുതൽ താഴ്ന്നില്ല. യെസ്, ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ്, അവൻ അതിൽ കടലിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിംഗ് പ്രൈസിങ് ഹിം. അവൻ്റെ ചുറ്റും അവൻ്റെ പാരൻസ്, ഹിസ് ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ വെയർ പ്രൈസിങ് ഹിം, പുകഴ്ത്തുകയായിരുന്നു. എങ്ങനെ? സ്ക്രീമിങ്, ഉറക്കെ വിളിച്ചുകൊണ്ട് അവന് പുകഴ്ത്തുകയായിരുന്നു. വെൽ ഡൺ എന്ന് പറയുകയായിരുന്നു. ആൻഡ് ദർ ബീക്സ്, അവരുടെ ചുണ്ടുകൾ, അവരുടെ ഓരോരുത്തരും ചുണ്ടുകൾ, വെയർ ഓഫറിങ് ഹിം, ഇവന് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്, ഒരു ഡോഗ് ഫിഷിൻ്റെ കഷ്ണങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഡോഗ് ഫിഷ് എന്ന് പറയുന്നത് ഇസ് എ കൈൻഡ് ഓഫ് ഷാർക്ക്, നമ്മുടെ സ്രാവ് വർഗത്തിൽപ്പെട്ട ചെറിയ ഇനം മത്സ്യമാണ്. അതിൻ്റെ കഷ്ണങ്ങളെ ഓരോരുത്തരും ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. യെസ്, ഹി മേഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവൻ്റെ ആദ്യത്തെ പറക്കൽ നടത്തി. സോ നമ്മുടെ സ്റ്റോറി കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ടതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ മുൻപ് ചോദിച്ച ചോദ്യങ്ങളും മറ്റു വർക്കുകളുമൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.